ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിലേക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കാം. അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? എനിക്കല്ല, ഞാൻ പോയിരുന്നുള്ളൂ. ആണോ? ആളുകളെല്ലാം കടകളിലെ സ്റ്റാഫുകൾ ഉണ്ടാവും, ബസ് കാത്തു നിൽക്കുന്ന ആളുകളുണ്ടാവും, എല്ലാരെയും സുരക്ഷിതമായി മാറ്റിയോ? ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്? ഞാൻ ബസ് ഡ്രൈവർ ഇവിടെ തന്നെ ഉണ്ടായത്. ബസ് ഡ്രൈവർ അല്ലേ? ഇല്ല, പെട്ടെന്നൊക്കെ പുകയൊക്കെ വരുന്ന ആളിലൊക്കെ വന്ന് കടയിൽ നിന്ന് ആളിലിട്ട് ഓടി. എന്താന്ന് ആർക്കൊന്നും മനസ്സിലായില്ല. ഒന്നും പുക ഒന്നായിട്ട് മേലോട്ട് വന്നത് പെട്ടെന്ന്. ഏത് ബിൽഡിങ്ങിനാ തീ പിടിച്ചത്? ഒരു ഡ്രസ്സ് കടയെന്നാ പറയുന്നത്. അത് അപ്പുറ സൈഡ് ഒരു ഡ്രസ്സിന്റെ കട, അവിടുന്ന് ആദ്യം തീ പിടുത്തുണ്ടായെന്നാ പറയുന്നത്. അങ്ങോട്ട് പടർന്നതാണ്. അതെ, പിന്നെ ഒന്നിച്ച് പുകയായിട്ട് പിന്നെ ഒന്നും തിരിഞ്ഞിട്ടില്ല, ആർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെയൊക്കെ കടയെല്ലാം തുറന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് പബ്ലിക്കാന്ന്, ബസ്സൊക്കെ ഉണ്ട്, എല്ലാം എടുത്ത് ഓടിയ ആൾക്കാർ. മൊത്തം സ്റ്റാൻഡ് മൊത്തം നല്ല ആളല്ലേ, വൈകുന്നേരം നല്ല പബ്ലിക് ടൈമല്ലേ. ഓ, മൊത്തം ഓടി ആൾക്കാരൊക്കെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ ഓടുക ചെയ്യുന്നത്. നാട്ടുകാരും ഓട്ടോ ഡ്രൈവർക്കാരും പിന്നെ ബസ് ഡ്രൈവർമാരിലും. അഷറഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വന്നവരാണ് ഊർജിതമായത്. ഫയർഫോഴ്സ് കുറച്ച് ഡിലേ ആണ്. ഇപ്പോഴും 2 സമയമായിട്ട് ഈ തീ കത്തുന്നുണ്ട്. ഏകദേശം എത്ര സമയമായിട്ട് ഈ തീ കത്തുന്നുണ്ട്? ഇപ്പൊ ഒരു 10 മിനിറ്റ് 15 മിനിറ്റായി. ഫയർഫോഴ്സ് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഫയർഫോഴ്സ് കുറച്ചും കൂടെ നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ, പോലീസ് വരുന്നതിന് മുന്നേ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ MSFന്റെ പരിപാടി പോയിരുന്നല്ലോ, പിന്നെ ഫയർഫോഴ്സ് എത്താൻ നേരം വയ്യെന്നാണ് തോന്നുന്നത്. അതായത് MSFന്റെ ഒരു ജാഥപ്പം പോയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഫയർഫോഴ്സ് എത്താൻ നേരം വയ്യെന്നാണ് തോന്നുന്നത്. ഫയർഫോഴ്സ് എത്താൻ കുറച്ച് ലേറ്റായി. അത് കറക്റ്റ് ടൈമിന് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര ഒന്നും വഷളാവില്ലായിരുന്നു. അതിന്റെ ഉള്ളിലുള്ള ആളുകളൊക്കെ പുറത്തേക്ക് ചാടിയിരിക്കണം. ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞാലേ എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ആ സമയത്തുണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിക്കുന്നത്. വലിയ തിരക്ക് എപ്പോഴുമുള്ള സമയം. നേരത്തെ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ തന്നെ എന്ന് പറയാം, ആ രീതിയിലാണ് ഈ 3 നില കെട്ടിടമുള്ളത്. ആ കെട്ടിടത്തിന്റെ കാലിക്കൽ ടെക്സ്റ്റൈൽസിൽ ആ കടയിൽ ആദ്യം തീപിടുത്തം ഉണ്ടാവുന്നു, പിന്നീട് അത് വ്യാപിക്കുകയായിരുന്നു. ആളുകൾ തീ ആളി പടരുന്നത് കണ്ടപ്പോൾ തന്നെ ആളുകൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആളുകൾ അതിനകത്തുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കൊരു പരിശോധന വേണം. ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വലിയ രീതിയിൽ തീ പടർന്നു, മുകൾ നിലകളിലേക്കടക്കം അത് വ്യാപിക്കുകയും ചെയ്തു. എല്ലാം കത്തി നശിച്ച നിലയിലാണുള്ളത്. ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തുകയുമാണ്. ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ വൈകി എന്ന തരത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഫയർഫോഴ്സ് കൃത്യസമയത്ത് യഥാർത്ഥ സമയത്ത് എത്തിയില്ല എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം കാര്യഘട്ടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇവിടെ ചുറ്റുമുണ്ടായിരുന്ന നാട്ടുകാരും പുതിയ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന ആളുകളും ഒക്കെ ചേർന്നുകൊണ്ടാണ് തീയണക്കാൻ ശ്രമിച്ചതെന്ന് പറയുന്നു. പക്ഷെ നമുക്കറിയാം, വൈകുന്നേര സമയങ്ങളിലൊക്കെ കോഴിക്കോട് നഗരത്തിൽ വലിയ ബ്ലോക്കും മറ്റുമൊക്കെ നടക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഒരു റാലിയും ഈ സമീപത്തു കൂടി ഈ സമയത്ത് പോയിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് എത്താൻ വൈകിയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ നാട്ടുകാർ അങ്ങനെ ഒരു ആരോപണം പറയുന്നുമുണ്ട്. ഇപ്പോൾ എന്തായാലും ഒന്നിൽ കൂടുതൽ, അതായത് ഇപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ 3 യൂണിറ്റ് ഫയർഫോഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. 3 യൂണിറ്റ് ഫയർഫോഴ്സ് വന്നുകൊണ്ടാണ് ഇപ്പോൾ പൂർണ്ണമായും തീയണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ബിൽഡിങ്ങിൽ ആളിക്കത്തുന്ന ഒരു സ്വഭാവം ഇപ്പോൾ നിന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തീ ഇപ്പോൾ നമുക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല. വന്ന സമയത്ത് ഈ ബിൽഡിംഗ് മുഴുവൻ തീയായിരുന്നു. അതെല്ലാം കുറെ കൂടെ വലിയ രീതിയിൽ അടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വലിയ രീതിയിൽ പുക അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. കറുത്ത പുക എല്ലാം കത്തിച്ചാമ്പലായതിൻ്റെ പുകയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. തീ ഏകദേശം അടക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഏറ്റവും മുകളിലത്തെ നിലയിൽ അകത്ത് ഇപ്പോഴും തീ ആളി കത്തുന്നുണ്ട് എന്ന് നമുക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ദൃശ്യങ്ങളിൽ അത് കാണാനും കഴിയുന്നുണ്ട്. കാരണം അകത്ത് ഇതൊരു വസ്ത്രക്കടയാണ്. വസ്ത്രക്കടയാവുമ്പോൾ തന്നെ അകത്ത് മറ്റു തുണിത്തരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതിലേക്കൊക്കെ തീ പടരുമ്പോൾ അത് കൂടുതൽ ആളി കത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു കാര്യം. എന്തായാലും ഫയർഫോഴ്സ് സ്ഥലത്തെത്തിക്കൊണ്ട് വലിയ രീതിയിൽ അത് അടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പുകയും ഉയരുന്നുണ്ട്.